ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഞാൻ എത്തിയിരിക്കുന്നത് രണ്ട് ചെറിയ കറികളുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ചെറിയ കറികളാണ്, വെജിറ്റബിൾ കറികളാണ്. ഒരു 8 വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്, ഇച്ചിരി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 8 വെണ്ടയ്ക്ക, പിന്നെ ഒരു 10-20 ചെറിയ ഉള്ളി, അത് അരിഞ്ഞിട്ടൊന്നുമില്ല, മുഴുവനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 4 പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി. ഇത്രയും വെച്ചൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് പൊടികളൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലാതെ വേറെ അരപ്പൊന്നുമില്ല. പിന്നെ ഇനി ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചൊരു കറിയാണ്. നമ്മൾ മോര് കറിയൊക്കെ വെക്കത്തില്ലേ, അതുപോലെ ഒരു കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അരപ്പുണ്ട്. ഒരു മുറി തേങ്ങ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ മാങ്ങക്കറിയുടെ അരപ്പാണ് കേട്ടോ. ഇതിന് നമ്മൾ പൊടികളാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ കറികൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ തയ്യാറാക്കുന്ന വെണ്ടയ്ക്ക കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം വെണ്ടയ്ക്ക ഇട്ടു. വെണ്ടയ്ക്ക നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ആ മെഴുക്കെല്ലാം ഒന്ന് മാറ്റി കുറച്ച് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്ത് മാറ്റി. വെണ്ടയ്ക്കയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്കിത് കോരി മാറ്റാം. ഈ വെണ്ടയ്ക്കയ്ക്ക് വഴുക്കലുണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ വറുത്തെടുക്കുന്നത് കൊണ്ട് വഴുക്കത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ മുക്കള പോയി ഇരിക്കത്തില്ലേ. അങ്ങനെ വഴുക്കലുണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് ഇതേ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടു. ഇതിലേക്ക് ഇടുന്നത് വെളുത്തുള്ളിയാണ്. 5-6 വലിയ അല്ലി വെളുത്തുള്ളിയാണ്, ഒരു 6 അല്ലിയാണ്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ചെറിയ ഉള്ളി ഇട്ടു. ഒരു 10-20 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞിട്ടില്ല കേട്ടോ. അരിയാതെ ഇങ്ങനെ ഇട്ട് വെക്കുന്നതാണ് ടേസ്റ്റ്. ഉള്ളി ഒന്ന് നല്ലപോലെ പാടി വരട്ടെ. ഉള്ളി കളർ മാറി വന്നിട്ടുണ്ട്. ഇനി പച്ചമുളക്, ഒരു 4 പച്ചമുളകുണ്ട് ഇട്ടു. പച്ചമുളക് തന്നെ മാടി വരട്ടെ. ഒരു 5-6 വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കാൻ. അരപ്പൊന്നും വേണ്ട, നമുക്ക് പൊടികളൊക്കെ തന്നെ ഇട്ടുകൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഞാൻ അടുത്തായിട്ട് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ടു. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് ചൂട് ആറിയിട്ട് നമുക്ക് അരപ്പ് വെളിച്ചെണ്ണ കൊടുക്കാം. ആദ്യം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അടുത്തായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യും. ഇനി 1-2 ഐറ്റംസ് കൂടെ ചേർക്കാനുണ്ട്. അത് നമ്മൾ ഇപ്പോഴല്ല ചേർക്കുന്നത്, ലാസ്റ്റാണ് ചേർക്കുന്നത്. ഈ ചെറിയ ചൂടിൽ ഈ അരപ്പൊന്ന് ചൂടാവട്ടെ. സ്റ്റവ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പൊന്ന് മൂത്ത് വരട്ടെ. ഞാനത് തക്കാളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റേ പോകും, വേറെ ടേസ്റ്റ് ആവും. അതിനേക്കാൾ നല്ലത് തക്കാളി ചേർക്കാതെ ചെയ്യുന്നതാണ് കേട്ടോ. അരപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു. നമുക്കിതിൽ വെണ്ടയ്ക്ക ചേർക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ
അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. കുറച്ചൊന്ന് തിളക്കട്ടെ. നമ്മുടെ അരപ്പൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കരയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട്. ഇനി ഒരു ഐറ്റം കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. കായപ്പൊടിയാണ്. കായം, ലേശം കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കും. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ കറി കുറച്ചൊന്ന് കുറിയിട്ടുണ്ട്. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. 2 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. നമ്മുടെ വെണ്ടയ്ക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, വറ്റിയ കേട്ടോ. ഇതിനെ നമുക്കിനി ഇറക്കി വെക്കാം. ഇനി അടുത്തായിട്ട് മാങ്ങ കൊണ്ടുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കറി വെക്കാം. മാങ്ങ കറി വെക്കാനായിട്ട് ആദ്യം മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാങ്ങ വെന്തെടുക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മാങ്ങ നല്ലതുപോലെ വെന്ത് വരട്ടെ. മാങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് അരപ്പ് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇവിടെ മാങ്ങയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് അരച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറുകിയിരിക്കുകയാണ്, അപ്പം കുറച്ച് വെള്ളം കൂടി ചേർത്തു. ഞാനിത് എപ്പോഴും വീട്ടിൽ മാങ്ങ കിട്ടുമ്പോൾ ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ. ഞാൻ പറയുന്ന മോര് കറി എന്നാണ്. മോര് കറി എന്ന് പറഞ്ഞാൽ ഈ മാങ്ങ വശമുള്ള ഈ കറി ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവരും പിള്ളേരും പറയുന്നത് ഇത് മോര് കറി എന്നാണ്. ഉപ്പ് നോക്കി ലേശം ഉപ്പ് കൂടെ വേണം കേട്ടോ. പുളിയൊക്കെ കറക്റ്റാണ്. ഇതിനകത്ത് കുറച്ച് കടുകും മുളകും എല്ലാം കൂടെ ഒന്ന് താളിച്ചൊഴിച്ചു കൊടുത്താൽ മാത്രം മതി. ചെറിയ തിള വരട്ടെ. കറി തിളച്ച് വരുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. ഒരുപാട് തിളച്ച് നമ്മൾ പിരിഞ്ഞു വിടും. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഇളക്കി ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കറിയാണ് കേട്ടോ. മാങ്ങ കൊണ്ടുള്ളൊരു ഒഴിച്ചുകറി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന 2 കറികളാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വെണ്ടയ്ക്ക കൊണ്ടുള്ളൊരു കറിയും ഒരു മാങ്ങ കൊണ്ടുള്ള കറി. ഒരു 5 വെണ്ടയ്ക്ക, ഒരു 6 വെണ്ടയ്ക്കായും ഒരു മാങ്ങ ഉണ്ടെങ്കിൽ അടിപൊളി കറി 2 എണ്ണം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിനകത്ത് കുറച്ച് കടുക് വറുത്തിട്ട് മതി. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കടുകും മുളകും എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ടു. അങ്ങനെ നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ 2 കറിയുടെ റെഡിയായി. അങ്ങനെ നമ്മൾ 2 സിമ്പിൾ കറികൾ അങ്ങനെ റെഡിയായിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി വെക്കാം കേട്ടോ.
ഒരു 5-6 വെണ്ടയ്ക്കയും ഒരു മാങ്ങയും മാത്രം മതി. പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.